നീ നിന്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന നിന്റെ ഭാര്യയോടുള്ള സമീപനം പോലും ഒരു മനഃശാസ്ത്രത്തിന്റെ സമീപനമാകണമെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത ലോകം കണ്ട മനഃശാസ്ത്രജ്ഞനായ ഭർത്താവേ ആയിഷയുടെ ഭർത്താവ് റളിയല്ലാഹു അൻഹ, ഖദീജയുടെ ഭർത്താവ് റളിയല്ലാഹു അൻഹ, ആയിഷത്തും ഹഫ്സത്തും സൗദാ സഫിയത്തും മൈമൂനത്തും റംല ഹിന്ദും സൈനബ് കദാ ജുവൈരിയ അൽമുഅ്മിനീന ഉമ്മഹാത്തുൽ മർദിയ. ലോകശാസ്ത്രത്തിന് റസൂലുള്ള വഴികാട്ടിയാവുകയാ. ദാമ്പത്യ ബന്ധം തകർന്നു പോകുന്ന, മനഃശാസ്ത്ര കൗൺസിലിംഗിന് വിധേയമാക്കപ്പെടുന്ന കേരളത്തിൽ തന്നെ കുടുംബ കോടതികൾ അധികമാകുമ്പോ ഭാര്യയും ഭർത്താവും തലാഖിന് തൊട്ടു മുമ്പേ ജഡ്ജിമാര് മനഃശാസ്ത്ര കൗൺസിലിംഗിന് വിധേയമാക്കുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് പഠിപ്പിച്ച് കാണിച്ചു തന്നു. ആരെന്നറിയോ? സ്വന്തം ഭാര്യയോട് പോലും സമീപിക്കുമ്പോ പെങ്ങളെ ഒരു മനഃശാസ്ത്രജ്ഞന്റെ വൈദഗ്ധ്യത്തോട് നിന്റെ പെണ്ണിനെ സമീപിക്കണമെന്ന് ലോക ചരിത്രത്തിലേതൊക്കെ നായകന്മാര് വന്നാലെന്താ? ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ നായകനല്ലേ യാസർ അറഫാത്ത്. 1954 ഐക്യരാഷ്ട്രസഭയുടെ ഉള്ളിലേക്ക് 1948 മുതൽ ആഗോള വ്യാപകമായി അടിച്ചമർത്തപ്പെടുന്ന ജൂത സമൂഹത്തിന് തലചായ്ക്കാൻ ഒരിടം കൊടുത്തപ്പോ പിറന്ന മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട പലസ്തീൻ മക്കളുടെ വിമോചനത്തിനു വേണ്ടി ലോക സമാധാനത്തിന്റെ സഭയായ ഐക്യരാഷ്ട്രസഭയുടെ പൊതുജനറൽ അസംബ്ലിയിലേക്ക് ഒരു കൈയിൽ AK-47 തോക്കും ഒരു കൈയിൽ ഒരു വൃക്ഷത്തിന്റെ ഇലയുമായി കടന്നു ചെന്ന, വലത്തെ കൈയിൽ തോക്കും ഇടത്തെ കൈയിൽ സമാധാനത്തിന്റെ പ്രതീകമായ ഒരുവിന്റെ മരക്കൊമ്പും പിടിച്ചുകൊണ്ട് കടന്നുപോയി ചരിത്രത്തിലിടം നേടിയ സാക്ഷാൽ യാസർ അറഫാത്തില്ലേ? നീയല്ലോയുടെ നേതാവായ യാസർ അറഫാത്ത്. ആ യാസർ അറഫാത്തിന്റെ ഭാര്യയായ സുഹ പിന്നീട് പറഞ്ഞിരണ്ട. ഈ അടുത്ത കാലത്ത് സുഹയുടെ യാസർ അറഫാത്തിന്റെ ഭാര്യ ലോകരാഷ്ട്ര തലവന്മാരുടെ മുമ്പിൽ ചരിത്രത്തിന്റെ വ്യതിരക്തമായ ചരിത്രം ധരിച്ച ഐക്യരാഷ്ട്രസഭയുടെ തമ്പുരാക്കന്മാരുടെ മുമ്പ് വലത്തെ കയ്യിൽ തോക്കും പിടിച്ച് ഇടത്തെ കയ്യിൽ സമാധാനത്തിന്റെ പ്രതീകവും പിടിച്ച് ജന്മനാടിന് വേണ്ടി പോരാടുമെന്ന് പറഞ്ഞ് തകർന്നു പോയ സാക്ഷാൽ യാസർ അറഫാത്ത് ലോകം കണ്ട നേതാവാണെങ്കിൽ ആ നേതാവിന്റെ ഭാര്യ പിന്നീട് പറഞ്ഞതെന്താണെന്നറിയോ? യാസർ അറഫാത്തിന്റെ കൂടെ താമസിക്കുമ്പോ 100 പ്രാവശ്യം വിവാഹമെന്ന് വേർപെടുത്തിയിട്ട് ഇറങ്ങിപ്പോകാൻ എനിക്ക് തോന്നി. കാരണം തിരക്കുകളുടെ ഇടയിൽ ആ മനുഷ്യനെ ഇതേവരെ ഒരു ഭർത്താവായിട്ട് എന്റെ ചാരത്ത് കിട്ടിയിട്ടില്ല. ആരാ പറയുന്നത്? കേരള സംസ്ഥാനത്തിന്റെ പാലക്കാട് ജില്ലയുടെ വലിപ്പം പോലുമില്ലാത്ത പലസ്തീൻ എന്ന കൊച്ചു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാളിയാകുമ്പോ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് 100 പ്രാവശ്യം ഇറങ്ങിപ്പോകണമെന്ന് എനിക്ക് തോന്നി. കാരണം യാസർ അറഫാത്ത് എന്ന ഭർത്താവിന് ഒരു മിനിറ്റ് പോലും സ്വതന്ത്രമായി എന്റെ ചാരത്തിലേക്ക് കിട്ടിയിട്ടില്ല. ടെലിഫോൺ ഷോർട്ടുമെന്ന് ഭയമുള്ളത് കൊണ്ട് ടെലിഫോണിൽ സംസാരിക്കാൻ പറ്റിയില്ല. എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് യാസർ അറഫാത്തിന്റെ ഭാര്യയായതാണെന്ന് ആ പെണ്ണിന്നലെ പോലും റോയിട്ടറിനോട് അഭിമുഖം കൊടുക്കുമ്പോ സഹോദരങ്ങളെ, ഇനി നിങ്ങൾക്ക് ഞാനൊരു കാര്യക്കാരനെ പറഞ്ഞു തരട്ടെയോ? എന്റെയും നിങ്ങളുടെ ഈ നേതാവിനെ പറഞ്ഞു തരട്ടെയോ? ഓ നേതാവിന്റെ അടുക്കലേക്കാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ 4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ മക്ക രാജ്യത്തിന്റെ അടിപത് 10,000കണക്കിന് സഹാബത്ത് ഒതുവെടുക്കുമ്പോ ശരീരത്തിന്റെ റിസാലത്തിന്റെ ശരീരത്തിൽ നിന്ന് താഴെ വീഴുന്ന വെള്ളത്തുള്ളി മുഴുവനും തങ്ങളുടെ കൈകളിൽ ശേഖരിക്കാൻ വേണ്ടി കാത്തുനിന്ന് തങ്ങളുടെ നായകൻ എവിടെയാണോ കാട്ടിക്കുന്നത് ആ കാറ്റം പോലും സുഗന്ധദ്രവ്യം പോലെ സൂക്ഷിച്ചു വെക്കാൻ തയ്യാറായ കൊയ്സറിന്റെയും കൊട്ടാരത്തിൽ നിന്ന് ആയിരക്കണക്കിന് നയതന്ത്ര പ്രതിനിധികൾ ഒരു നേരം കാണാൻ വീടിന്റെ മുമ്പിൽ കാത്തു നിൽക്കുമ്പോ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് സ്വന്തം ഭാര്യയുടെ അടുക്കൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ എന്ന ലോകത്തിന്റെ നായകന്റെ അടുക്കലേക്ക് അനസ് റളിയല്ലാഹു അൻഹു കടന്നു വന്നില്ലയോ? മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറിയുമായി അനസ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി പാചകം ചെയ്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാ. ആ സമയത്താണ് വേലക്കാരനായ സഹചാരിയായ അനസ് എന്ന പൊന്നുമോൻ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണവുമായി വരിക. ആ സമയത്ത് ആയിഷ ബീവിക്ക് സഹിച്ചില്ല. അനസ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന മൈമൂന ബീവി പാചകം ചെയ്ത ഭക്ഷണം കഴിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്തോ ഒരു രുചിയാ, മൈമൂനയുടെ പാചകത്തിന് എന്തോ ഒരു രുചിയാ.
ആയിഷ ബീവി കൈതട്ടിയില്ലേ? മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വന്തം ഭർത്താവ് കടിച്ചുകൊണ്ടിരുന്ന കറിപ്പാത്രം കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ചില്ലേ ഭാര്യ? ആ പാത്രം മറുഭാഗത്ത് പോയി പല കഷണങ്ങളായി തുടഞ്ഞു മാറിയില്ലേ സഹോദര? ആ സമയത്ത് സ്വന്തം ഭാര്യയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപനം ലോക ചരിത്രത്തിലൊരു മനഃശാസ്ത്രത്തിന് കിട്ടിയിട്ടില്ല. ചിന്തിക്ക്. ആരോഗ്യശാസ്ത്രമൊക്കെ നോമ്പല്ല ഞാൻ പറയാം, സമയം പോലെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു മനസ്സിലാവുന്നുണ്ടോ പറയണത്? യാസർ അറഫാത്ത് ഫലസ്തീൻ എന്ന് പറയുന്നത് ഗസ എന്ന് പറഞ്ഞാൽ ആകെ 7 കിലോമീറ്ററേ ഉള്ളൂ. അതിന്റെ പോരാളിക്ക് ഭാര്യ പറയുകയാ എനിക്ക് ആ മനുഷ്യനെ കല്യാണം കഴിച്ച ഏറ്റവും വലിയ തെറ്റ് 100. ഇന്നലെ റോയിട്ടേഴ്സിന് കൊടുത്ത അഭിമുഖത്തിൽ സുഹ പറഞ്ഞത് 100 പ്രാവശ്യം അയാളെ തലാഖിലിട്ട് ഇറങ്ങി വരാൻ എനിക്ക് കഴിഞ്ഞു, പക്ഷെ ആ മനുഷ്യനായിട്ട് എനിക്ക് കൂടിയിരിക്കാൻ പറ്റിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു ആയിഷ ബീവിയുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഈ മനഃശാസ്ത്രജ്ഞൻ ആരുടെ മുമ്പിലാവണം? ആരുടെ മുമ്പിലാവണം? നാട്ടിൽ വരുന്നവന്റെ തലയെ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരാ. സൈക്കാട്രിസ്റ്റ് ആവേണ്ടത് എവിടെയാ? മനഃശാസ്ത്ര സമീപനം. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കുണ്ടായ കൗൺസിലിംഗ് നടത്തും. റസൂലുള്ളാഹിയുടെ കൗൺസിലിംഗ് എന്താ? ആയിഷ ബീവിയുടെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുവന്നു. അനസ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത്. റസൂലുള്ളാഹി ആ ഭക്ഷണം കഴിച്ചിട്ട് കൊള്ള മൈമൂനയുടെ പാചകം. ആയിഷ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞു. ഒറ്റ തട്ടുവെച്ച് കൊടുത്തു. പാത്രം തെറിച്ച് മൂലയെ കിടന്നു. പാത്രം പല കഷണങ്ങളായി. ഭാര്യയോടുള്ള സമീപനം. നമ്മളാണ് എന്ത് ചെയ്യും? ഒന്നും ചെയ്യൂല. നിങ്ങൾ വലിയ ഭാഗ്യവതികൾ തന്നെ. നിങ്ങളുടെ ഭർത്താക്കന്മാരല്ലേ ഇരിക്കണം. അവർ പറഞ്ഞേട്ടാ, നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നു വിചാരിക്കുക. നമ്മുടെ ഭാര്യ പാചകം ചെയ്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പെങ്ങളുടെ വീട്ടിൽ നിന്ന് നമ്മുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറി കൊണ്ടുപോകുന്നു. നമ്മൾ നോക്കിയിട്ട് ഒന്ന് അടിപൊളി കൊള്ളാൻ കേട്ടോ. അപ്പൊ ആയിഷ ബീവിക്ക് മനസ്സിൽ പിടിച്ചില്ല. ആയിഷ ബീവിക്ക് മനസ്സിൽ പിടിച്ചില്ല. ഒരൊറ്റ അടി കൊടുത്തു പാത്രത്തിന്. അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ തന്നെയാ. ഒരൊറ്റ അടി. പാത്രം തെറിച്ച് മൂലെ പോയിട്ട് പാത്രം പല കഷങ്ങളായിട്ട് ചിതറിത്തെറിച്ചു. നമ്മളാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെയാണ് മനഃശാസ്ത്രം. എന്ത് ചെയ്യും? ഒന്ന് പറ. അങ്ങനെ പറ മക്കളെ, അങ്ങനെ പറ. നമ്മളാ ഒരൊറ്റ ചവിട്ട കേന്ദ്രമന്ത്രിസഭ പിന്നെ പ്രസവിക്കില്ല. ഏതൊരു മനുഷ്യൻ അമ്മാതിരിയായോ ഇടച്ചു. പക്ഷെ അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ത് ചെയ്തെന്നറിയോ? അള്ളാന്റെ റസൂലൊന്നും മിണ്ടിയില്ല. പ്രവാചകന്റെ നടപടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടി, തകർന്നുപോയ പാത്രത്തിന്റെ കഷണങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂട്ടി. താടമറിഞ്ഞു പോയ ഇറച്ചി കഷണം തന്റെ കൈകൾ കൊണ്ടെടുത്ത റസൂലുള്ള പാത്രത്തിലിട്ടു. എന്നിട്ട് അള്ളാന്റെ റസൂല് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുവത്രേ. അതാണ് പാൽനിലാ പുഞ്ചിരി. 1000 സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് ഈ ഭൂമിയിലേക്ക് പൊട്ടിവിടുന്നത് പോലെ അള്ളാന്റെ റസൂലിന്റെ പുഞ്ചിരി വന്നു. അള്ളാന്റെ റസൂല് പുഞ്ചിരിച്ചപ്പോ ഹൃദയം പൊട്ടി തകർന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ആയിഷ ബേബി, അള്ളാന്റെ തിരുദൂതരെ, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് നബിയെ, പൊറുക്കണേ യാ റസൂലല്ലാഹ്.